കോതമംഗലം കോട്ടപ്പടി വർഗീസും കുടുംബവും താമസിച്ചിരുന്ന വീടിന്റെ അതായത് അവരുടെ വീട്ടിലെ കിണറിലാണ് ആന അകപ്പെട്ടത്. ആദ്യം ആ സ്ഥലത്തേക്ക് എത്തിയ DFO മലയാറ്റൂർ DFO എസ് കാർത്തികിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ വർഗീസിന്റെ കുടുംബവും ചേർന്നൊരു ചർച്ച നടത്തി വീട്ടിൽ വെച്ചിട്ട്. ആ ചർച്ചയിൽ ആ കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള നടപടിയാണ് ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം ഈ കിണറിടിക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ ആദ്യ ഗഡു എന്ന രീതിയിലും പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ വന്ന് അതിൻ്റെ ഒരു എത്ര രൂപ മൊത്തത്തിൽ ചെലവാകും എന്നുള്ളത് കണക്കെടുത്ത് ബാക്കി തുക പിന്നീടും നൽകും എന്നുള്ള ഒരു രീതിയിലാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. രാഷ്ട്രീയക്കാരെയാണോ വിളിക്കേണ്ടത്, കൃഷിക്കാരെ വിളിക്കണ്ടേ? ഞാൻ പറയണ മൈക്കിൽ കൃഷി ചെയ്യുന്നവരെയല്ല, മണ്ണിൽ കൃഷി ചെയ്യുന്നവരെ വിളിക്കണം. ഒരു സ്ഥലം എവിടെയെങ്കിലും ബാങ്കിനോ പഞ്ചായത്തിനോ ഒരു സ്ഥലത്തും 1 രൂപ ഇല്ല, ഒരു കല്യാണം ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ നാട്ടിൽ ഞങ്ങൾ എങ്ങനെ പോണേ? ഓർസിൽ താമസിക്കണോ? ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ തന്നെ വനംവകുപ്പും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നു. ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ കിണറിടിക്കുന്ന പണികൾ തുടങ്ങിയതിനു ശേഷമാണ് കോതമംഗലം MLA ആന്റണി ജോൺ ആ പ്രദേശത്തേക്ക് വരുന്നത്. ആന്റണി ജോൺ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. പകരം കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലത്തെത്തി സംസാരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പണികൾ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. ഈ വനപ്രദേശത്തൊന്നാകെ സോളാർ ഫെൻസിംഗ് അടിക്കുന്ന ജോലികൾ 18 മാസം മുമ്പ് ആരംഭിച്ചിരുന്നു. പക്ഷേ ആ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആയില്ല. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്ന അനാസ്ഥയാണ്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. പകരം കളക്ടർ എത്തണം. കളക്ടറിന്റെ നേതൃത്വത്തിൽ ഈ സോളാർ ഫെൻസിങ്ങിന്റെ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തീർക്കണം എന്നുള്ള കാര്യങ്ങളായിരുന്നു MLAയുടെ കൂടെ ഉണ്ടായിരുന്നവരും ഉന്നയിച്ചത്. അതേ തുടർന്നാണ് താൽക്കാലികമായി ജോലികൾ നിർത്തിവെച്ചത്. കളക്ടർ സ്ഥലത്തെത്തി സോളാർ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കളക്ടറുടെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തുമെന്നുള്ള ഉറപ്പ് MLAക്ക് നൽകി. അതുകൂടാതെ ഈ കിണറിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം തന്നെ കുടുംബത്തിന് ഉറപ്പാക്കുമെന്നുള്ള കാര്യവും ഉറപ്പ് കളക്ടറുടെ ഭാഗത്തു നിന്നും നൽകിയതിനു ശേഷം മാത്രമാണ് പിന്നീട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളായിരുന്നു. കിണറിലേക്ക് 10 മീറ്റർ നീളത്തിലും അതുപോലെ തന്നെ 4 മീറ്റർ ആഴത്തിലും ചാല് വെട്ടി കിണറിടിച്ചതിന് ശേഷമാണ് ആനയെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചത്. പുറത്തെത്തിക്കുകയായിരുന്നു. പുറത്തെത്തിയ ആന ഉടനെ തന്നെ കാടിന്റെ വശത്തേക്ക് തന്നെയാണ് ഓടിയത്. ഇതിൽ ഈ പ്രദേശവാസികളുടെ ആശങ്ക എന്ന് പറയുന്നത് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പാണ് ഈ കോട്ടപ്പടി പ്രദേശത്ത് തന്നെ മറ്റൊരു ആന കിണറ്റിനുള്ളിൽ അകപ്പെടുകയും ഇതുപോലെ തന്നെ കിണറിടിച്ച് ഈ ആനയെ പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇതിലും ഈ അന്നത്തെ അവർക്കും വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. വനംവകുപ്പ് നഷ്ടപരിഹാരം കൊടുത്തത് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ്. അവർക്ക് കുടിവെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വർഗീസും കുടുംബവും എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും ഉയരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്.